പാലക്കാട് വൻ ലഹരിവേട്ട 54 ഗ്രാം മെത്താഫെറ്റമിനുമായി 2 യുവതികളടക്കം 3 പേർ പിടിയിൽ. കോഴിക്കോട് സ്വദേശിനി ആൻസി KV, മലപ്പുറം മോറയൂർ സ്വദേശികളായ നൂറ തസ്നി, മുഹമ്മദ് സ്വാലിഹ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി അജിത് ബാബു ഉണ്ട്. അജിത്ത്, എങ്ങനെയാണ് ഇവിടെ പിടികൂടാൻ കഴിഞ്ഞത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഏതാണ്ട് 54 ഗ്രാം മെത്താഫെറ്റമിനാണ് ഇവരിൽ നിന്ന് പിടിയിലായിട്ടുള്ളത്. അതിൽ ഈ ആൻസിയാണ് പ്രധാന കണ്ണി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ ആൻസി നേരത്തെയും ഇത്തരത്തിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് MDMA കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് ആൻസിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് വീണ്ടും ലഹരിക്കടത്ത് നടത്തുന്നതിനിടയിൽ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പാലക്കാട് പെരിയാനിയിൽ വെച്ചാണ് പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡ് കൂടി ഇത്തരത്തിൽ ആൻസിയെ പിടികൂടുന്നത്. അപ്പോൾ ആൻസിയുടെ കയ്യിൽ 54 ഗ്രാം മെത്താഫെറ്റമിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ആൻസിയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ധാരാളമായ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത് കണ്ടെത്തുകയും അതുവഴി നടത്തിയ അന്വേഷണത്തിലാണ് ഈ 2 പേർ, അതായത് ഈ ആൻസിയുടെ കയ്യിൽ നിന്ന് മെത്താഫെറ്റമിൻ വാങ്ങിക്കാനായി എത്തിയിട്ടുള്ള നൂറയും സാലിക്കും പിടിയിലാകുന്നത്. അവരും ഇത്തരത്തിൽ പാലക്കാട്ടേക്ക് ഇത്തരത്തിൽ ഈ മെത്താഫെറ്റമിൻ വാങ്ങാനായി ഇന്നോവ കാറിൽ എത്തിയതായിരുന്നു. ഇന്നോവ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പോലീസ് പറയുന്നതനുസരിച്ച് ആൻസിക്ക് നിരവധി ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഏതാണെങ്കിലും വിശദമായ അന്വേഷണം ഇതിൽ ആരംഭിച്ചിട്ടുണ്ട്. ലഹരി കേസ് MDMA കൈവശം വെച്ച കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയതിനു ശേഷമാണ് വീണ്ടും മെത്താഫെറ്റമിൻ കടത്തുന്നതിനിടയിൽ ആൻസിയും അതോടൊപ്പം അത് വാങ്ങാനെത്തിയ സംഘവും പിടിയിലാകുന്നത്. 54 ഗ്രാം മെത്താഫെറ്റമിനുമായി 2 സ്ത്രീകളടക്കം 3 പേരാണ് പിടിയിലായിരിക്കുന്നത്. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.